അപ്പോൾ നമ്മളൊരു ആനക്കുട്ടനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞങ്ങൾ വെറുതെ പിൻട്രസ്റ്റ് നോക്കി തപ്പിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ചെയ്യാമെന്ന് വിചാരിച്ച് കാർഡ്ബോർഡ് എടുത്ത് അതിൽ പശയൊക്കെ തേച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത്. ഇതിലാണ് നമ്മൾ ഇനി വരയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ആവശ്യമുള്ള കളറൊക്കെ എടുത്ത് അടിച്ചു കൊടുക്കണേണ്. ഇവിടെ നമ്മൾ റെഡ്, ഓറഞ്ച്, ഗ്രീൻ ഇത്രയും കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ്, ബ്ലാക്ക് അക്രിലിക് കളറാണ് എല്ലായിടത്തും യൂസ് ചെയ്തേക്കണത്. അത് നല്ല രീതിയിൽ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കണേണ്. ഈ കാണുന്ന ഫില്ലാവാത്ത പോർഷനിലൊക്കെ നമ്മളിനി ഗ്രീൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളർ നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ബോർഡർ പോലെ അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഈ ഒരു ചെവിയുടെ ഭാഗത്തും പിന്നെ ഈ പച്ചയും ചുവപ്പൊക്കെ വന്ന ഭാഗത്ത് നമുക്ക് വൈറ്റ് കളർ വെച്ച് വരച്ചു കൊടുക്കാം. പിന്നെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട്. അത് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ അക്രിലിക് ബ്രഷ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. വേണ്ടിയിട്ട് ചില്ലൊട്ടിച്ച് കൊടുക്കണേ. ചില്ലൊട്ടിച്ച് കൊടുത്തപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ട ചില്ല് ചെറിയ സൈസായിരുന്നു. പക്ഷേ ഇത് നമ്മൾ മേടിച്ചപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ളതാണ് മേടിച്ചത്. അന്നേരം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഈ റെഡ് കളറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്ക് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണതാണ്. എങ്ങനെയാണ് വൈറ്റ് ചെയ്ത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ബ്ലാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും അത് കൊടുത്തിട്ടില്ല. പിന്നെ ഈ തുമ്പിക്കായൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലുള്ള ഡിസൈൻ കൊടുത്ത് അതിൽ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങളിൽ എങ്ങനെയാണ് സ്പേസൊക്കെ ഫില്ല് ചെയ്യണ രീതിക്ക് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കും. നമുക്ക് എന്താണോ തോന്നിയത് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ട രീതിക്കല്ല ചെയ്തു വന്നപ്പോൾ ഈ ചില്ലിൻ്റെ ആ ഒരു സൈസിൻ്റെ പ്രശ്നം കാരണം പിന്നെ ഉള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്തത്. പക്ഷെ വരച്ച് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് തോന്നിയത്. എത്രയും നമ്മൾ വരക്കുന്ന അത്രയും ഭംഗി കൂടണ പോലെ തോന്നി. അപ്പോൾ ആവശ്യത്തിന് വരച്ചത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാക്റ്റ് അതുപോലെ തന്നെ ആയില്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് അവസാനം കിട്ടിയേക്കുന്നത്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് പറയണേ.